2 ദിവസത്തെ ഒമാൻ സന്ദർശനത്തിനായി മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം നവംബർ 19 വൈകിട്ട് മസ്കറ്റിലെത്തുന്നു. ഒമാനിലെത്തുന്ന അബ്ദുൽ കലാം ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി കൂടിക്കാഴ്ചകൾ നടത്തും. കഴിഞ്ഞ ദിവസം മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ഥാനപതി അൻവദു അറിയിച്ചതാണ് വിവരം. 20-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കുറം സിറ്റി ആംഫി തിയേറ്ററിൽ ഒമാനിലെ ഇന്ത്യൻ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് തമിഴ് വിഭാഗം സംഘടിപ്പിച്ചിരുന്ന അക്കാഡമിക് എക്സലൻസ് അവാർഡ് അബ്ദുൽ കലാം വിതരണം ചെയ്യും. ഈ ചടങ്ങിൽ ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 4000-ലധികം വിദ്യാർത്ഥികളോടൊപ്പം 500ഓളം അധ്യാപകരും പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കുമെന്ന് തമിഴ് വിഭാഗം കൺവീനർ PV വെങ്കടേഷ് പറഞ്ഞു. He is coming to address this event in the midst of all of us. And we are all so proud that we have been somewhere little instrumental in making it happen. And through us, through our hands, it's happening. And the entire thing is happening for the entire Indian community. 21-ാം തീയതി രാവിലെ അബ്ദുൽ കലാം ഒമാൻ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഫഹദ് അൽ സെയ്ദ്, ഒമാൻ ഭരണാധികാരിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് ഡോക്ടർ ഒമർ സവാവി എന്നിവരുമായി കൂടിക്കാഴ്ചകൾ നടത്തും. അതേ ദിവസം വൈകിട്ട് 7 മണിക്ക് ഇന്ത്യൻ എംബസി അങ്കണത്തിൽ ഇന്ത്യൻ സമൂഹം സംഘടിപ്പിക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം മുൻ പ്രസിഡന്റ് കലാം ഇന്ത്യയിലേക്ക് മടങ്ങും. ബിനോ, ഏഷ്യനെറ്റ് ന്യൂസ്, ഒമാൻ.